നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലാണ് പുലിയുടെ ആക്രമണമുണ്ടായത്. പശുവിന്റെ ജഡം പാതി ഭക്ഷിച്ച നിലയിൽ. നന്ദിപുലം നോർത്ത് സെന്റ് മേരീസ് പള്ളിയിലെ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾ ക്രിസ്തുരാജ് ദിനം ആഘോഷിച്ചു. പരിപാടിയോടനുബന്ധിച്ച് റാലിയും സംഘടിപ്പിച്ചു. വികാരി ഫാദർ മേജോ മാങ്ങാട്ടിളിയൻ സന്ദേശം നൽകി. പ്രിൻസിപ്പൽ ആന്റണി പൂങ്കാവനം, സെക്രട്ടറി ബിജു അമ്പഴക്കാടൻ, ട്രഷറർ NP ജോയ് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് ആമ്പല്ലൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് 3 മുന്നണി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും കുടുംബകാര്യമാണ്. പട്ടികജാതി ജനറൽ സംവരണ വാർഡായ ഇവിടെ മുല്ലക്കപ്പറമ്പിൽ തറവാട്ടുകാരാണ് മത്സര രംഗത്തുള്ളത്. തുടർച്ചയായി UDFനെ പിന്തുണയ്ക്കുന്ന വാർഡിൽ ഇത്തവണ മത്സര രംഗത്തുള്ളത് MR ദേവികയാണ്. യുവത്വം നയിക്കട്ടെ എന്ന മുദ്രാവാക്യത്തോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരിയുടെ വാർഡിൽ ദേവിക സ്ഥാനാർത്ഥിയായി എത്തുന്നത്. മത്സരിക്കുന്നതാകട്ടെ തൻ്റെ ചേട്ടന്മാരോടും. അളഗപ്പനഗർ പഞ്ചായത്തിൽ 1-ാം വാർഡിൽ ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ദേവികയാണ്. ദേവിക ഈ പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികളിൽ ഒരാൾ കൂടിയാണ്. നേരത്തെ K രാജേശ്വരിയാണ് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന K രാജേശ്വരിയാണ് ഈ വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്നത്. ഈ വാർഡ് ഇപ്പോൾ സംവരണ വാർഡാകുമ്പോൾ രാജേശ്വരി തൊട്ടപ്പുറത്ത് 2-ാം വാർഡിലാണ് മത്സരിക്കുന്നത്. ദേവികയെയാണ് ഈ വാർഡ് നിലനിർത്താനായിട്ട് UDF നിയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു കൗതുകം കൂടിയുണ്ട്. ഇവിടെ LDF BJP സ്ഥാനാർത്ഥികൾ ദേവികയുടെ ചേട്ടന്മാരോടാണ് ദേവിക മത്സരിക്കുന്നത്. നമുക്ക് ദേവികയോട് ആ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ദേവിക, ചേട്ടന്മാരോടാണ് മത്സരം. ഒപ്പം UDFന്റെ ഈ ഒരു സീറ്റ് നിലനിർത്തുക എന്നൊരു ദൗത്യം കൂടി പാർട്ടി ഏൽപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ മത്സരത്തെ കാണുന്നത്? എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ഇങ്ങനൊരു ഇലക്ഷന് നിൽക്കാൻ സാധിച്ചതെന്ന് പറയുന്നത്. കൂടാതെ 25 വർഷമായിട്ട് ഈ വാർഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉറപ്പായിട്ടും രാജേച്ചിയുടെ ഒരു കഴിവുറ്റ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ്. കൂടെ ഞാൻ മത്സരിക്കുന്നത് എൻ്റെ ഏട്ടന്മാരുടെ കൂടെയാണ്. പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയും ചോദിച്ചാൽ അത് അവരെ കൂടി തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഈ ഇലക്ഷന് മത്സരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ സ്നേഹബന്ധത്തിന് ഒരിക്കലും ഒരു വിള്ളൽ സംഭവിക്കില്ല എന്നെനിക്ക് കൃത്യമായിട്ട് ഉറപ്പുണ്ട്. കാരണം ഇപ്പോഴും എന്നും ഞങ്ങൾ എന്താ പറയുക, ഈ ഓരോ വീട് സന്ദർശനം കഴിയുമ്പോഴും ഗൃഹസന്ദർശനമൊക്കെ കഴിയുമ്പോഴും എന്നും അവരെ കണ്ട് സംസാരിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോകാറുള്ളത്. സോ ഞാൻ ഉറപ്പ് പറയുകയാണ്, എന്നെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞാനിവിടെ പ്രവർത്തിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രാജേച്ചി പ്രവർത്തിച്ചത് മാതിരി തന്നെ എനിക്കും ഒരു വോട്ട് തന്നു കഴിഞ്ഞാൽ 25 വർഷം അവർ നിലനിർത്തിയതുപോലെ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ തന്നെ ഞാനും പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് തരികയാണ്. മുല്ലക്കപ്പറമ്പിൽ കുടുംബങ്ങൾ തന്നെ 10ഓളം വീടുകളുണ്ട് വാർഡിൽ. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് MN രാകേഷാണ്. അനിയത്തിയും ചേട്ടനുമാണ് രാകേഷിന്റെ എതിരാളികൾ. വാർഡ് പിടിച്ചെടുക്കാനാണ് പാർട്ടി നിയോഗിച്ചിരിക്കുന്നതെന്നും മത്സരം രാഷ്ട്രീയത്തിൽ മാത്രമെന്നും സ്ഥാനാർത്ഥി. 1-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് MN രാകേഷാണ്. തുടർച്ചയായി UDF കൈവശം വെച്ചിരിക്കുന്ന ഈ വാർഡ് പിടിച്ചെടുക്കുക എന്ന ദൗത്യമാണ് പാർട്ടി രാകേഷിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ മത്സരിക്കുന്നത് അനിയത്തിയോടും ചേട്ടനോടുമാണ്. എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ നോക്കിക്കാണുന്നത്? ഒരു രൂപത്തിൽ നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് 3 സ്ഥാനാർത്ഥികൾ. എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകനാണ് BJP സ്ഥാനാർത്ഥി. എൻ്റെ അച്ഛൻ്റെ പാപ്പൻ്റെ മോൻ്റെ മകള്, അതായത് എൻ്റെ പാപ്പൻ്റെ മകളെന്ന് പറയാം. ഇത് മറന്നതാണ് ഈ ബന്ധത്തിൽ പറയുമ്പോൾ. അതാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. എല്ലാവരും നല്ല ബന്ധത്തോടുകൂടി കഴിയുന്ന ഒരു വീടാണ് ഞങ്ങളുടെ. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അതാത് രാഷ്ട്രീയ പാർട്ടികൾ പറയുമ്പോൾ അവർക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 3 പേരും മത്സരിക്കുന്നു. ഇപ്പൊ എങ്ങനെയാണ് ഒരു ഇലക്ഷൻ ട്രെൻഡ് നിൽക്കുന്നത്? എങ്ങനെയാണ്? UDF കൈവശം വെച്ചിരിക്കുന്ന ഒരു വാർഡാണ്. അപ്പോൾ നിലവില് എങ്ങനെയാണ് ഒരു പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ? UDF 25 വർഷമായിട്ട് കൈവശം വെച്ചുകൊണ്ടിരുന്നൊരു വാർഡാണിത്. അതിക്ക് മുൻപ് ഇടതുപക്ഷമാണ് ജയിച്ചത്. ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.
എല്ലാ മേഖലയിലുള്ള ജനങ്ങളും നല്ല സപ്പോർട്ടാണ് തരുന്നത്. ഈ 1-ാം വാർഡ് നമ്മൾ തിരിച്ചു പിടിക്കും, 100% തിരിച്ചു പിടിക്കും. നല്ല ആത്മവിശ്വാസമുണ്ട്. അനിയനോടും അനിയത്തിയോടുമാണ് BJP സ്ഥാനാർത്ഥി സതീഷ് കുമാറിന്റെ മത്സരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് മേൽക്കൈ നൽകിയ വാർഡിൽ താമര വിരിയിക്കുക എന്ന നിയോഗമാണ് സതീഷ് കുമാറിനെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സതീഷ് കുമാറാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ ലഭിച്ച വോട്ട് വിഹിതം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി. ഏതായാലും അനിയനോടും അനിയത്തിയോടുമാണ് മത്സരം. അതെ, തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഈ മത്സരത്തെ നോക്കി കാണുന്നത്? അല്ല, നമ്മള് അനിയനും അനിയത്തി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ പാർട്ടിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കുടുംബപരമായിട്ട് വളരെ സൗഹൃദത്തിലാണ് ഇപ്പോഴും നമ്മൾ ഈ രാഷ്ട്രീയത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ പോകുമ്പോഴും സൗഹൃദം തന്നെയാണ് നിലനിർത്തി പോകുന്നത്. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഇതായിട്ട് ഇതിനെ കണക്കാക്കണ്ട. നമ്മുടെ പഞ്ചായത്തിലെ വികസനത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു മുന്നണി വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഇവിടെ മത്സരിക്കുന്നത്. വികസനം തന്നെയാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ ഇത്. പിന്നെ ഈ പറയുന്ന പോലെയുള്ള നമ്മുടെ ജനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ശുദ്ധമായ ജലം, ശുദ്ധമായ വായു, അതേപോലെ തന്നെ ഭക്ഷണം, വെളിച്ചം, ഇതിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും നമ്മുടെ പ്രവർത്തനം ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ മുല്ലയ്ക്കപ്പറമ്പിൽ വീട്ടുകാർ 10ഓളം വീട്ടുകാരുണ്ട്. നിങ്ങൾ ഈ 3 പേരും സ്ഥാനാർത്ഥികളാവുമ്പോൾ ഈ കുടുംബക്കാരുടെ വോട്ട് ആർക്കാണ് ലഭിക്കുക? അല്ല, അങ്ങനെ ഒരു ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ആർക്കാണോ എന്ന് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ മുമ്പേ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഇതിപ്പോൾ ആകെ പ്രശ്നമായല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ആർക്കാണോ തോന്നുന്നത് നല്ലതെന്ന് തോന്നുന്നത് അവർക്ക് ചെയ്യൂ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അവിടെ ഒരു ഇതിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ ഒരു അവസ്ഥ വരുന്നില്ല. സതീഷ് കുമാറിന്റെ പിതൃ സഹോദരന്റെ മകനാണ് രാകേഷ്. ഇരുവരുടെയും പിതൃ സഹോദരന്റെ മകളാണ് ദേവിക. രാഷ്ട്രീയത്തിൽ മൂവരും വ്യത്യസ്ത പാർട്ടി സ്ഥാനാർത്ഥികളാണെങ്കിലും കുടുംബത്തിൽ ഒറ്റക്കെട്ടാണ്. മൂവരും വാർഡിലെ പ്രചാരണ വിശേഷങ്ങൾ പരസ്പരം പങ്കുവയ്ക്കും. ഏതായാലും ആര് ജയിച്ചാലും മുല്ലക്കപ്പറമ്പിൽ കുടുംബത്തിൽ നിന്ന് ഒരാൾ പഞ്ചായത്ത് മെമ്പറായി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. നാട്ടിൽ സുപരിചിതരായ സഹോദരങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ആരെ തുണയ്ക്കുമെന്ന ആശയക്കുഴപ്പത്തിലായത് വോട്ടർമാരാണ്. അളഗപ്പ നഗർ പഞ്ചായത്ത് 1-ാം വാർഡിൽ മത്സരിക്കുന്ന പ്രധാന മുന്നണികളുടെ 3 സ്ഥാനാർത്ഥികളാണ് എന്നോടൊപ്പം ഈ ഒറ്റ ഫ്രെയിമിലുള്ളത്. 3 പേരും മുല്ലയ്ക്കപ്പറമ്പിൽ വീട്ടുകാർ. ഈ തെരഞ്ഞെടുപ്പ് ഇവർക്ക് കുടുംബക്കാരും കൂടിയാണ്. രാഷ്ട്രീയത്തിനപ്പുറത്ത് 3 പേരും ഒറ്റക്കെട്ടാണ്. ഏതായാലും ഇവർക്ക് വോട്ട് ചെയ്യാനെത്തുന്ന ബന്ധുമിത്രാദികൾ കുഴയും. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തുകയാണ്. 1 ഗ്രാം സ്വർണത്തിന് 60 രൂപയുടെ വർധനവാണ് തിങ്കളാഴ്ച രേഖപ്പെടുത്തിയത്. 11,960 രൂപയായാണ് ഗ്രാമിന്റെ വില വർദ്ധിച്ചത്. പവന്റെ വിലയിൽ 480 രൂപയുടെ വർധനവുണ്ടായി. 95,680 രൂപയായാണ് പവന്റെ വില ഉയർന്നത്. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവും RBIയും പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയാണ് സ്വർണത്തിന് കരുത്താകുന്നത്. പലിശ നിരക്ക് നിശ്ചയിക്കാൻ RBI ഡിസംബർ 3, 4 തീയതികളിൽ യോഗം ചേരുന്നുണ്ട്. ഡിസംബർ 9, 10 തീയതികളിലായാണ് പലിശ നിരക്ക് നിർണ്ണയിക്കാനുള്ള ഫെഡറൽ റിസർവിന്റെ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി യോഗം. പാചകവാതക വില സിലിണ്ടറിന്റെ വീണ്ടും കുറച്ചു. വാണിജ്യാവശ്യത്തിനുള്ള 19 കിലോഗ്രാം സിലിണ്ടറിന് 10 രൂപയാണ് കുറച്ചത്. തുടർച്ചയായ 2ാം മാസമാണ് പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ LPG സിലിണ്ടർ വില കുറയ്ക്കുന്നത്. കഴിഞ്ഞ മാസം 1-ന് വാണിജ്യ LPG സിലിണ്ടറിന് 5 രൂപ കുറച്ചിരുന്നു. കൊച്ചിയിൽ 1,587 രൂപ, തിരുവനന്തപുരത്ത് 1,608 രൂപ, കോഴിക്കോട് 1,619.5 രൂപ എന്നിങ്ങനെയാണ് പുതുക്കിയ വില. വാണിജ്യ LPG സിലിണ്ടർ വില കുറച്ച തീരുമാനം ഹോട്ടൽ, റെസ്റ്റോറന്റ്, തട്ടുകടകൾ തുടങ്ങിയവയ്ക്ക് നേട്ടമാകും. അതേസമയം ഗാർഹിക LPG സിലിണ്ടർ വില കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറായിട്ടില്ല. ഗാർഹിക സിലിണ്ടറിന് ഏറ്റവും ഒടുവിൽ വില പരിഷ്കരിച്ചത് 2024 മാർച്ച് 8-നാണ്. ഇനി കാലാവസ്ഥ.
കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,960 രൂപയും പവന് 95,650 രൂപയും രേഖപ്പെടുത്തി. കോരനൊടി പുത്തം വീട്ടിൽ നാണുനായർ ഭാര്യ സരോജിനി അമ്മ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വരന്തരപ്പള്ളി കോരനോടി കുരുമ്പേലിൽ ജോർജ് അന്തരിച്ചു. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. നന്ദിക്കര കുണ്ടായിൽ ഗംഗാധരൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5-ന് വീട്ടുവളപ്പിൽ. പരേതയായ സരോജിനിയാണ് ഭാര്യ. സജിത്, സന്തോഷ്, സജിത, സന്ധ്യ എന്നിവർ മക്കളും വിജി, ധന്യ, ലഘുലാൽ, പരേതനായ ഷാജൻ എന്നിവർ മരുമക്കളുമാണ്. പറപ്പൂക്കര തെക്കേക്കര വടക്കേത്തല ജോബി അന്തരിച്ചു. 51 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് പറപ്പൂക്കര സെന്റ് ജോൺസ് ഫൊറോന പള്ളിയിൽ. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.